നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. ദൗർഭാഗ്യകരം എന്ന് കെ എം മാണി ഇന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ത്? കടുത്ത നിലപാട് കെ എം മാണി ഉപേക്ഷിച്ചോ? എന്താണ് ദൗർഭാഗ്യകരം എന്ന് കെ എം മാണി ഇന്ന് പറഞ്ഞതിന്റെ അർത്ഥം? കോൺഗ്രസ് ഇന്നലെ പറഞ്ഞതും ഇന്ന് പറഞ്ഞതും വിഴുങ്ങേണ്ടി വരുമോ? മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ എവിടെ വരെയാകുന്നു? അതിനിടയിൽ JDU ഇന്ന് പൊട്ടിത്തെറിച്ചത് UDFനെ ഏത് നിലയ്ക്കുള്ള ചിന്തകളിലേക്ക് കൊണ്ടുവരും? ഇതൊക്കെയാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ രാജു എബ്രഹാം MLA, KPCC ജനറൽ സെക്രട്ടറി ഡോക്ടർ ശൂരനാട് രാജശേഖരൻ, കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവും കൂടിയായ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, JDU നേതാവ് ഷെയ്ഖ് പി ഹാരിസ് എന്നിവർ. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അല്പസമയത്തിനകം തത്സമയം ചേരും. ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, എന്താണ് കെ എം മാണിയുടെ ഇന്നത്തെ മനം മാറ്റത്തിന് കാരണം എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇന്നലെ അദ്ദേഹത്തിന് ഒരു സംശയവുമില്ലായിരുന്നു ഈ എന്തുകൊണ്ടാണ് കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടായ രാഷ്ട്രീയ നാടകത്തിന് പിന്നിൽ എന്ന്. ഇന്ന് ദൗർഭാഗ്യകരം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ഏതെങ്കിലും മനംമാറ്റത്തിന്റെ ഒരു മനോഭാവത്തിൽ സംസാരിച്ചു എന്ന് കരുതാനായിട്ട് കഴിയില്ല. ദൗർഭാഗ്യകരം എന്ന് പറയുന്നത് പാർട്ടി നേതൃത്വത്തിന്റെ മുൻകൂട്ടിയുള്ള അനുമതിയോ മുൻകൂട്ടിയുള്ള ഒരു ചർച്ചയ്ക്ക് വിധേയമല്ലാതെയോ ഒരു തീരുമാനം അല്പം രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന വിധം നടപ്പിലാക്കാനിടയായ ഒരു സാഹചര്യത്തെ ഒരു പാർട്ടി നേതാവ് അങ്ങനെ വിലയിരുത്തിയിൽ തെറ്റു പറയാൻ കഴിയില്ല. കാരണം ഇത് ഞങ്ങൾ ഇന്നലെയും പറഞ്ഞു, ഞങ്ങൾ പ്രാദേശികമായി ഇവിടെ ഉണ്ടായ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാദേശികമായി എടുത്തൊരു തീരുമാനമാണ്. ആ തീരുമാനം എന്ന് പറയുന്നത് പാർട്ടി നേതൃത്വം ഞങ്ങളുടെ വികാരത്തിനനുസരിച്ച് തീരുമാനമെടുക്കാൻ ഞങ്ങളെ അനുവദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പാർലമെന്ററി പാർട്ടി യോഗം കൂടി എടുത്ത ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തെ സംബന്ധിച്ച് അദ്ദേഹം അങ്ങനത്തെ പരാമർശനം നടത്തിയതിൽ എന്തെങ്കിലും ഒരു വലിയ അതിശയോക്തിപരമായി കാണാൻ കഴിയില്ല. അതായത് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, ഈ പറഞ്ഞ നടപടികൾ കോട്ടയത്തുണ്ടായത് കെ എം മാണിയുടെയോ അല്ലെങ്കിൽ സംസ്ഥാന സമിതിയുടെയോ ഇഷ്ടപ്രകാരമല്ല എന്ന് വിലയിരുത്തേണ്ടതില്ല. ഈ കാര്യം ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് എത്തിച്ച ഒരു ഘട്ടം ആരുണ്ടാക്കിയോ അതാണ് ദൗർഭാഗ്യകരം എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇത്തരം ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത് കോട്ടയം DCCയുടെ അതിരുകടന്ന ഇടപെടലുകളും കോട്ടയം DCC ചോദിച്ചു വാങ്ങിയ ഒരു തിരിച്ചടിയാണിത്. കോട്ടയം DCCയുടെയും കോട്ടയത്തെ കോൺഗ്രസ് നേതാക്കന്മാരുടെയും കേരള കോൺഗ്രസിനോടുള്ള അങ്ങേയറ്റം ധാർഷ്ട്യത്തോടെയും അഹങ്കാരത്തോടെയുമുള്ള പെരുമാറ്റത്തിന്റെയും സമീപനത്തിന്റെയും ഞങ്ങളെ അവജ്ഞയോടെ കാണുകയും ഞങ്ങളെ ഏതറ്റം വരെ ആക്രമിക്കാമെന്നുള്ള അവരുടെ ഒരു മനോഭാവത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലുണ്ടായ ഒരു സാഹചര്യമാണ്. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പ്രാദേശിക തലത്തിൽ ഉണ്ടായിട്ടുള്ള ഈ രാഷ്ട്രീയ മാറ്റത്തിന്റെ ദൗർഭാഗ്യകരമായ അവസ്ഥ എന്ന് പറയുന്നത് കോട്ടയം DCCയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രശ്നങ്ങളാണ്. അത് സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ UDFന്റെയും കോൺഗ്രസിന്റെയും ഇത്തരത്തിലുള്ള ധാർഷ്ട്യവും ഒന്നും അവിടെ നിങ്ങൾ കാണുന്നില്ല, അതും പ്രാദേശികം മാത്രമാണ് എന്നാണോ പറയുന്നത്? അത് ഞങ്ങളുടെ ഒരു ചർച്ചയ്ക്ക് വിഷയമാകുന്ന ഒരു കാര്യമല്ല. സംസ്ഥാന രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയത്തിൽ UDFുമായുള്ള കേരള കോൺഗ്രസിന്റെ ബന്ധവും കേരള കോൺഗ്രസ് UDF വിട്ട രാഷ്ട്രീയ സാഹചര്യവും തുടർന്നുള്ള രാഷ്ട്രീയ നീക്കങ്ങളും ഒക്കെ പാർട്ടിയുടെ ഉചിതമായ ഫോറങ്ങളിൽ ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനങ്ങൾ എടുത്ത് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, താങ്കൾ കേരള കോൺഗ്രസിന്റെ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗമാണ്. ഇന്ന് കെ എം മാണി തന്നെ വാർത്താ സമ്മേളനം നടത്തി ഇന്ന് മാധ്യമങ്ങളോട് പലതും പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിലാണ് താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കോട്ടയത്തെ പ്രാദേശിക കാര്യങ്ങൾ മാത്രം പറയാനല്ല. അപ്പൊ ആ നിലയ്ക്ക് എന്താണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കേരള കോൺഗ്രസിന്റെ മാണി വിഭാഗത്തിന് ഈ UDFന്റെ സംസ്ഥാന തലത്തിലുള്ള ധാർഷ്ട്യത്തെക്കുറിച്ചൊന്നും പറയാനില്ല. MM ഹസനും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂരും KC ജോസഫും ഒക്കെ കഴിഞ്ഞ 2 ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് നിങ്ങൾക്ക് മറുപടിയില്ല. ഇത് പ്രാദേശികമായ ഒരു രാഷ്ട്രീയ കാര്യത്തെ തെറ്റിദ്ധരിച്ച് അവർ പറയുന്ന കാര്യങ്ങളാണ് എന്ന് മാത്രമാണോ വിലയിരുത്തൽ? ഞാൻ സൂചിപ്പിച്ചത് കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ കേരള കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കാനിടയായ സാഹചര്യം പ്രാദേശികമായ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞതാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. സംസ്ഥാന തലത്തിലും കോൺഗ്രസ് കേരള കോൺഗ്രസിനോട് അങ്ങേയറ്റം ധിക്കാരത്തോടെയും രാഷ്ട്രീയത്തോടെയും പെരുമാറുന്നുണ്ട്. കാരണം KPCCയുടെ യോഗത്തിൽ കേരള കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് പല നേതാക്കന്മാരും
നടത്തിയത് പി തോമസ് അടക്കം, ജോസഫ് വാഴക്കൻ അടക്കം നിരവധി നേതാക്കന്മാർ കേരള കോൺഗ്രസിനെതിരെ അതിശക്തമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. ആ ആക്രമണമൊന്നും ഞങ്ങൾക്ക് നേരെ നടത്തേണ്ട കാര്യമില്ല. കാരണം ഞങ്ങളെ ഏതെങ്കിലും മുന്നണിയിൽ പ്രവേശിക്കാൻ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, എന്തായാലും നിങ്ങൾ യു ഡി എഫിൽ ഉണ്ടായിരുന്ന ഒരു പാർട്ടി പുറത്തേക്ക് പോയതാണ്. ആ നിലയ്ക്ക് കോൺഗ്രസിന് അവരുടെ രാഷ്ട്രീയ ഫോറങ്ങളിൽ അവരുടെ മാന്യത കാത്തു സൂക്ഷിക്കാനുള്ള അവകാശമില്ലേ? അവർക്ക് അവരുടെ അഭിമാനം കാത്തു സംരക്ഷിക്കേണ്ടേ? ആ അർത്ഥത്തിൽ അവർ ഇനി കേരള കോൺഗ്രസിനെ തിരിച്ചു വിളിക്കേണ്ട എന്നും കേരള കോൺഗ്രസ് തങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പലക വരെ കാണുന്ന രീതിയിൽ പെരുമാറുന്നു എന്നും ഒക്കെ പറയുമ്പോൾ അത് അവരുടെ ഫോറത്തിലാണ്, അവർ പബ്ലിക്കായി പറഞ്ഞതല്ലല്ലോ. അപ്പൊ പിന്നെ എന്തിനാണ് നിങ്ങൾ ആ കാര്യത്തിൽ പിണങ്ങുന്നത്? നിങ്ങൾക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല, തിരിച്ചു പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അവിടുന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. പുറത്തേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. പുറത്തേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. കേരള കോൺഗ്രസിനെ അപമാനിക്കുകയും കേരള കോൺഗ്രസിനോട് രണ്ട് തരത്തിലുള്ള നീതി നടപ്പിലാക്കുകയും. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ താങ്കൾക്ക് തത്സമയം ചേരാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ഷെയ്ഖ് പി ഹാരിസ് കൂടി നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ ഷെയ്ഖ് പി ഹാരിസ്, താങ്കളും അല്പസമയത്തിനകം സ്റ്റുഡിയോയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ കെ.എം. മാണിക്ക് പിന്നാലെ പോയത് കൊണ്ടാണ് കോൺഗ്രസിന് അടി കിട്ടിയത് എന്നാണ് താങ്കൾ ഇന്ന് പറഞ്ഞ ഒരു കാര്യം. ആ അർത്ഥത്തിൽ ഇന്നിപ്പോൾ കേരള കോൺഗ്രസ് ഈ രീതിയിലാണ് അവരുടെ വിശദീകരണം. പ്രാദേശിക തലത്തിലുണ്ടായ കാര്യങ്ങളെക്കുറിച്ച് ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്, കോൺഗ്രസ് ആണ് അതിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്, UDF ആണ് ഈ കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചത് എന്ന് പറയുമ്പോൾ താങ്കളും UDF കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ. അതിനകത്ത് ജനാധിപത്യപരമായ കാര്യങ്ങൾ നടക്കുന്നില്ല, പലതരത്തിലും സമരങ്ങളെ പിന്താങ്ങുന്ന കാര്യത്തിൽ ഈ UDF നേതൃത്വം നൽകുന്ന കക്ഷി ഇപ്പൊ പെമ്പിളെ ഒരുമ സമരത്തെയൊക്കെ പിന്താങ്ങിയതൊക്കെ ചർച്ച ചെയ്യാതെയാണ്, അതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് താങ്കളും ഇന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ നിലയ്ക്ക് ഇന്നത്തെ UDF പോക്കാണോ ഈ കേരള കോൺഗ്രസിനെയും ഇത്തരത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചത്? കേരള കോൺഗ്രസിന്റെ പിന്നാലെ പോയതിന്റെ തിക്തഫലമാണ് കോൺഗ്രസിന് കിട്ടിയത് എന്ന് ഞാൻ പറയാൻ കാരണം, കേരള കോൺഗ്രസ് മുന്നണി വിട്ടതിന് ശേഷം, കേരള കോൺഗ്രസ് മുന്നണി വിട്ടത് അവരുടെ ആഭ്യന്തര തീരുമാനമാണ്, അതിനെയൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ അവർ മുന്നണി വിട്ട് രാഷ്ട്രീയപരമായി UDF തള്ളിപ്പറഞ്ഞ് പോയതിന് ശേഷം ആ സന്ദർഭം മുതൽ കേരള കോൺഗ്രസ് നേതാക്കന്മാരെയും പാർട്ടിയും തിരികെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിരന്തരം കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് പ്രസ്താവന വരികയാണ്. ആ പ്രസ്താവന വരുന്ന സന്ദർഭങ്ങളിലെല്ലാം ആ പ്രസ്താവനയെ തള്ളിപ്പറയും. ഞാൻ ആരുടെയും പക്ഷം അപേക്ഷ നൽകി കാത്തിരിക്കുന്ന പാർട്ടിയല്ല കേരള കോൺഗ്രസ് എന്ന് പല ആവർത്തി സൂചിപ്പിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലും കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കും. ഏറ്റവും ഒടുവിൽ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിന് ശേഷവും KPCC പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് കേരള കോൺഗ്രസിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രസ്താവന വെച്ച് മലപ്പുറത്ത് UDF ലഭിച്ച തിളക്കമായ വിജയത്തിന് കേരള കോൺഗ്രസിന്റെ പങ്കുകൂടി അവരുടെ തലയിൽ കാട്ടിക്കൊടുക്കുന്ന തരത്തിലുള്ള പരാമർശം വരികയും ചെയ്ത സന്ദർഭത്തിൽ കഴിഞ്ഞ UDF യോഗത്തിൽ JDU അഭിപ്രായപ്പെട്ടത് കേരള കോൺഗ്രസിനെ UDFിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനൊന്നുമല്ല. പക്ഷേ ഇത്തരം നയപരമായ കാര്യങ്ങളിൽ കോൺഗ്രസ് നേതാക്കന്മാർ ഏകപക്ഷീയമായ അഭിപ്രായം പറയുന്നതിനോടുള്ള വിയോജിപ്പ് ഞങ്ങൾ രേഖപ്പെടുത്തി. അത് UDFിൽ കൂടിയാലോചന നടത്തണം, UDFിൽ ചർച്ച ചെയ്യണം. ശ്രീ ഷെയ്ഖ് പി ഹാരിസ്, ഈ കാര്യത്തിൽ ഇപ്പോൾ മാത്രം എന്തുകൊണ്ടാണ് JDUവിന് ഒരു ബോധോദയം ഉണ്ടായത്? കഴിഞ്ഞ 5 വർഷം ഭരണത്തിലിരുന്ന കാലഘട്ടങ്ങളിലും UDF കെ.എം. മാണിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളവരാണ്. അതിലെ കോൺഗ്രസിലെ തന്നെ പല നേതാക്കളും അന്ന് വിവാദങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ, കെ.എം. മാണിക്കെതിരായ ആരോപണങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ പലരും തുറന്നു പറഞ്ഞവരുണ്ട്, തുറന്നു പറയാത്തവരുണ്ട്, കെ.എം. മാണിയെ സംരക്ഷിച്ചവരുണ്ട്. മുഖ്യമന്ത്രി പോലും എന്ത് നിലപാടാണ് എടുത്തതെന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ അന്ന് പറയാത്ത JDU ഇന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ തുറന്നു പറയുന്നത്? ശ്രീ ഷെയ്ഖ് പി ഹാരിസ്, താങ്കളുടെ ടെലിഫോൺ ലൈനിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഈ ചോദ്യം നിലനിൽക്കുന്നു, താങ്കളിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ ശൂരനാട് രാജശേഖരൻ, ഇന്നിപ്പോൾ കടുത്ത ഭാഷയിൽ കെ.എം. മാണിയെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് കോട്ടയത്തെ ഒരു പ്രാദേശികമായ രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഫലമായിട്ടാണ്. ഇന്നെന്താണ് സംഭവിച്ചത് എന്ന് താങ്കൾക്കറിയാമല്ലോ. ഈ വാഴപ്പള്ളിയിൽ ഞാൻ മനസ്സിലാക്കുന്നത്, കോട്ടയത്ത് തന്നെയുള്ള വാഴപ്പള്ളിയിൽ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, അങ്ങ് തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. അവിടെ കേരള കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി ഇന്ന് കോൺഗ്രസ് അവിടെ
വൈസ് പ്രസിഡന്റിനെ കേരള കോൺഗ്രസ് പിന്തുണയോടുകൂടി ഷീല തോമസ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അവിടുത്തെ പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കേരള കോൺഗ്രസുമായിട്ടാണ് ഇന്നൊരു നീക്കുപോക്ക് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണ് അപ്പോൾ സംഭവിക്കുന്നത്? ഇതൊക്കെ നിങ്ങൾ വെറുതെ ഒരു ദേഷ്യം വരുമ്പോൾ പറയുന്ന ഒരു കാര്യം മാത്രമാണ്, രാഷ്ട്രീയമൊന്നുമില്ലേ? ഡോക്ടർ ശൂരനാട്, ഈ വാഴപ്പള്ളിയിലെ സംഭവത്തെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനത് സ്റ്റഡി ചെയ്തില്ല, എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എങ്കിലും കെ എം മാണി, മാണി സാറെന്ന് തന്നെ പറയാം, കെ എം മാണി അദ്ദേഹത്തെ പറ്റി ഞാൻ എപ്പോഴും അദ്ദേഹത്തെ മാണി സാർ എന്നാണ് പറയുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാളാണ്. നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ വ്യത്യസ്തമായ ധ്രുവത്തിൽ നിൽക്കുന്നെങ്കിലും കേരളത്തിലെ ഏറ്റവും നല്ല സഹൃദയനായ മുഖ്യമന്ത്രിയായിരുന്നു നായനാർ. പക്ഷെ അദ്ദേഹം പറയുമ്പോൾ ഒരു വാചകം എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഇന്നലെ വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞുമാണി ഇന്ന് രാവിലെ സ്ഥലം വിട്ടു എന്ന് പറഞ്ഞു. കെ എം മാണിയെപ്പറ്റി പറയാവുന്ന ഏറ്റവും സരസമായ ഒരു വാക്കതാണ്. കാരണം ഇത്രയും മാറ്റം എങ്ങനെ ഇദ്ദേഹത്തിന് പറ്റുന്നു, ഇത്രയും പ്രായമായ ഒരാൾക്ക് എങ്ങനെ ഒരു ചതിവിൻ്റെ ഭാഗത്തേക്ക് വരാൻ പറ്റുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. ഉമ്മൻചാണ്ടിയെ നിങ്ങൾക്കറിയാമല്ലോ, കേരള മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ മാണി സാർ എന്നല്ലാതെ അദ്ദേഹം ഒരു വാക്ക് പറയാറില്ല. മാണി സാർ പറയാതെ ഒരു കാര്യത്തിലും അദ്ദേഹം ഇടപെടാറുമില്ല. ഡോക്ടർ ശൂരനാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്, ഈ കോട്ടയത്ത് ഇന്നലെ ഉണ്ടായ ഒരു രാഷ്ട്രീയ നീക്കുപോക്കിനെ കുറിച്ചാണ് ഇത്രയും വഞ്ചന എന്നൊക്കെ നിങ്ങൾ പറയുന്നത്, ഇന്ന് ഷേഖ് പി ഹാരിസും ഒക്കെ പറയുന്നത്. ഞാൻ അതിലോട്ടാ പറയുന്നത്, ഒരു വാക്കേ പറഞ്ഞാൽ മതി, അപ്പോൾ ശരിയാവും. അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും വലിയ വ്യക്തിബന്ധമുണ്ടായിരുന്ന ശ്രീ കെ എം മാണി, അദ്ദേഹം പുറത്തു പോയപ്പോൾ പോലും ഒരു അക്ഷരം പോലും പറയാതെ അദ്ദേഹത്തിൻ്റെ വരവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാമെന്ന് പറഞ്ഞ ആൾ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം 5 പ്രാവശ്യം അദ്ദേഹം വിളിച്ചു, ടെലിഫോണിൽ വിളിച്ചു, കിട്ടിയില്ല. 5 പ്രാവശ്യം അദ്ദേഹം ടെലിഫോണിൽ വരാൻ കഴിഞ്ഞില്ല. അവസാനം ഇന്ന് എഴുതിയല്ലോ, പത്രങ്ങളിൽ പലരും എഴുതിയല്ലോ, ആ അദ്ദേഹത്തെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിളിച്ചപ്പോൾ അദ്ദേഹം ഫോണിൽ ചെന്നു. ചതിവല്ലെങ്കിൽ പിന്നെ എന്താ ഇത്? ചതിവിൻ്റെ ഭാഷയല്ലെങ്കിൽ എന്താണ്? ഉമ്മൻചാണ്ടിയെപ്പോലെ ഒരാൾ ഫോണെടുത്ത് വിളിച്ചാൽ അടുത്ത ദിവസം ഉണ്ടാകുന്ന ഭീകരമായ ചതിവിൻ്റെ ഭാഗം പറയാൻ കഴിയാത്തതുകൊണ്ട് കെ എം മാണി മിണ്ടിയില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. കേരള രാഷ്ട്രീയത്തിൽ ക്രെഡിബിലിറ്റി. ശരി, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒന്നും നിങ്ങൾ ഇനി കേരള കോൺഗ്രസുമായി സഹകരിക്കില്ല എന്ന് ഈ പറഞ്ഞതിന് അർത്ഥമുണ്ടെങ്കിൽ വാഴപ്പള്ളിയിൽ ഇങ്ങനെ സംഭവിക്കരുത്. ഇങ്ങനെ നിങ്ങൾ തുടർന്നാൽ നഷ്ടം നിങ്ങൾക്കാണെന്ന് ഇന്ന് കെ എം മാണി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ആ നഷ്ടം നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഈ കേരളത്തിൻ്റെ മുന്നണി രാഷ്ട്രീയത്തെപ്പറ്റി നമുക്കൊരു ക്ലാസ് എടുക്കേണ്ട സമയം അല്ലെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർവാധിപത്യത്തിനെതിരായി ഒരു മുന്നണി ഉണ്ടാക്കിയത് കേരള കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും ഒക്കെ കൂടെ ചേർത്തത് ശ്രീ കെ കരുണാകരനാണ്. അന്ന് ശ്രീ കെ എം ജോർജാണ് ഈ മുന്നണിക്ക് കേരള കോൺഗ്രസിൻ്റെ ഭാഗമുണ്ടായിരുന്നത്. മാണി സാറിൻ്റെ ഭാഗത്തിലല്ല വന്നത്. ആ കെ എം ജോർജിൻ്റെ മകനെയും കെ എം ജോർജിൻ്റെ മുഴുവതിനെയും അരിഞ്ഞു വിട്ടിയ ശ്രീ കെ എം മാണിക്ക് ഇതൊക്കെ ചെയ്തതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു. പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ അപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പറയേണ്ട വേദിയിലാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ ഭീകരമായ ഒരു ഭരണത്തുടർച്ചയ്ക്ക് കോൺഗ്രസ് അവകാശമുണ്ടായിരുന്ന സമയത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്ക് അതിന് സാഹചര്യമുണ്ടായിരുന്ന സമയം തകർത്തത് ഈ കെ എം മാണിയെ സാറിൻ്റെ ഈ ഭീകരമായ അഴിമതി, അത് CPM അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ക്ലച്ച് പിടിക്കാതെ കിടന്ന ഒരു സമയത്ത് ക്ലച്ച് പിടിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തു. ഡോക്ടർ ശൂരനാട്, ഇത് മുൻപൊന്നും പറയാത്ത രീതിയിലാണ് ഇന്നിപ്പോൾ ഒരു KPCCയുടെ ജനറൽ സെക്രട്ടറി തുറന്നൊരു ചർച്ചയിൽ പറയുന്നത് കെ എം മാണിയുടെ ഒരു അഴിമതി എന്നുള്ള രീതിയിൽ. അത് കെ എം മാണിയുടെ ഒരു അഴിമതിയാണെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി അഴിമതി അതേ കാര്യത്തിൽ നടത്തിയവരാണ് മറ്റ് കോൺഗ്രസ് നേതാക്കൾ എന്നാണ് CPM അന്നും പറഞ്ഞിട്ടുള്ളത്, ഇന്നും പറയുന്നത്. അപ്പോൾ ആ കാര്യവും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഈ കെ എം മാണിയുടെ അഴിമതി മാത്രമേ ഇപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ ഈ ചർച്ചകൾ അംഗീകരിച്ച് തുടങ്ങിയിട്ടുള്ളൂ? ഞാൻ പറഞ്ഞതിനെ ഡൈവേർട്ട് ചെയ്യണ്ട. കെ എം മാണിയുടെ അഴിമതി പറഞ്ഞത് CPM ആണ്, ഞാനല്ല പറഞ്ഞത്. ആ കെ എം മാണിക്കെതിരായിട്ടുള്ള അഴിമതി ആരോപണത്തിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് VM സുധീരൻ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടന്ന യാത്ര പോലും വഴിതിരിച്ചു വിടേണ്ടി വന്നത്. ഉമ്മൻചാണ്ടിക്ക് കൊടുക്കേണ്ട വില എത്ര ഭയങ്കരമായിരുന്നു. ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ ആ സാഹചര്യം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. ഇതൊക്കെ 12 പ്രാവശ്യം കേരളത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അവസരമൊരുക്കി കൊടുത്തത് ഉമ്മൻചാണ്ടിയും കെ കരുണാകരനും AK ഇന്ന് ചില നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിലെ ചില നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കെ എം മാണിക്ക് പേടിക്കാനുള്ളത് കൊണ്ടാണ് ആരുമായിട്ടെങ്കിലൊക്കെ നീക്കുപോക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഫലമായിട്ട് ഇത്തരം നാടകങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന്. അത് കോൺഗ്രസ് അപ്പോൾ ഇനി
ആ വാദം ഉന്നയിക്കുന്നുണ്ടോ? ഇങ്ങനെ എന്തോ പേടിക്കാൻ വേണ്ടി അഴിമതിയുടെ കേസുകളൊക്കെ ഉള്ളത് കൊണ്ട് KM മാണിയെ ആരൊക്കെയോ ഇട്ട് ഇങ്ങനെ കളിപ്പിക്കുന്നതാണ് എന്ന് കോൺഗ്രസ് ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ? പകൽ പോലെ സത്യമല്ലേ. അദ്ദേഹം എന്തിനാണ് ഈ മുന്നണിയിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ വോട്ട് വാങ്ങിച്ചാണ് അദ്ദേഹത്തിൻ്റെ 6 MLA-മാരും ജയിച്ചത്. ജയിച്ചിട്ട് അടുത്ത ദിവസം അദ്ദേഹം മുന്നണി മാറിയതിനാ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഭീകരമായ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനാണ് എന്ന് പകൽ പോലെ സത്യമാണ്. അതിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ചില ആൾക്കാർ. അത് പറഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കോൺഗ്രസിനകത്തുള്ള പല നേതാക്കളും ഇതുപോലെ ഇനിയിപ്പോൾ ആടി തുടങ്ങുമല്ലോ. എന്തോ കോൺഗ്രസിനകത്തുള്ള പല കേസുള്ള ആളുകളും ഉണ്ടല്ലോ. അവരെയും അപ്പോൾ ഈ ഭരണത്തിൽ ഇരിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇതുപോലെ ആട്ടാമല്ലോ. ഡോക്ടർ ലാലെ, കോൺഗ്രസിന്റെ നേതാക്കന്മാർ എല്ലാ അന്വേഷണത്തെയും നേരിടാൻ തയ്യാറായിട്ടാണ്. അതപ്പോ കേരള കോൺഗ്രസിനും അതേപോലെ പറ്റുമല്ലോ. അപ്പൊ ആ കാര്യത്തിൽ എന്തിനാണ് സംശയിക്കുന്നത്? ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തുന്ന ഈ വാദം, അതായത് കേരള കോൺഗ്രസ് വഞ്ചിച്ചു, കേരള കോൺഗ്രസ് ഇനി ഒരിക്കലും UDF-ലേക്ക് വരാൻ പറ്റാത്തവണ്ണം വല്ലാതെ അകന്നിരിക്കുന്നു, ഈ പറയുന്ന രീതിയിൽ LDF-ഉം കേരള കോൺഗ്രസിനെ, മാണിയെ പ്രത്യേകിച്ചും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏത് രീതിയിലാണ് കാണേണ്ടത്? പ്രത്യേകിച്ച് ഇന്ന് ദൗർഭാഗ്യകരം എന്ന് KM മാണി ഇന്നലെ പറഞ്ഞതിനേക്കാൾ അല്പം മയപ്പെടുത്തിയ ഒരു നിലപാട് എടുത്തു എന്നുകൂടി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യത്തിൽ എൻ്റെ സുഹൃത്ത് സൂര്യനാടിനെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം KM മാണി നടത്തിയ വലിയൊരു അഴിമതിയെ തുടർന്നാണ് UDF-ന് വീണ്ടും വരാൻ കഴിയാതിരുന്നത് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് തോന്നുന്നു ആദ്യമായി ഒരു കോൺഗ്രസ് നേതാവ് തന്നെ നടത്തിയതാണെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഞങ്ങൾ നേരത്തെ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കേരള കോൺഗ്രസ് 1980-ൽ ഭാഗമായിരുന്നു. 1-2 വർഷക്കാലം ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പിന്നെ UDF-ലേക്ക് കേരള കോൺഗ്രസ് പോയിട്ടുണ്ട്. പക്ഷേ ഇന്നുള്ള ഒരു പൊതു രാഷ്ട്രീയം, രാജ്യമാകെ ഉറ്റുനോക്കുന്ന പൊതുരാഷ്ട്രീയം, അതിനെ തുടർന്ന് കേരളമാകെ ഉറ്റുനോക്കുന്ന ഒരു പൊതുരാഷ്ട്രീയം, അത്തരൊരു പശ്ചാത്തലത്തിൽ കോൺഗ്രസിനും അതിലുപരി പ്രധാനമായും BJP-ക്കും എതിരായി ഏത് അവസരങ്ങളാണോ നമുക്ക് കിട്ടാൻ കഴിയുക അത്തരം അവസരങ്ങൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ CPM നേതൃത്വം ഒരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ പോലും പ്രാദേശികമായി കോൺഗ്രസും BJP-യും ഒഴിച്ചുള്ള കക്ഷികളുമായി പ്രാദേശികമായ നീക്കുപോക്കുകൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. അത് കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ മാത്രമല്ല, പല പഞ്ചായത്തുകളിലും ഇതിനെ സംബന്ധിച്ചിടത്തോളം നടന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം ഒരു കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല, മറിച്ച് കോട്ടയത്ത് കേരള കോൺഗ്രസുമായി ഉണ്ടാക്കിയ ധാരണ നഗ്നമായി കോൺഗ്രസ് പാർട്ടി ലംഘിച്ചതിനെ തുടർന്നാണ് അവിടെ ഒരു കേരള കോൺഗ്രസ് ഒരു കലാപത്തിലേക്ക് പോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നിശ്ചയമായിട്ടും അത് ഒരുമിച്ച് നിൽക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം KM മാണി ഈ UDF വിട്ടപ്പോൾ തങ്ങൾ സ്വതന്ത്രരായി നിൽക്കുന്നു, തങ്ങൾ ഏത് നിലപാട് സ്വീകരിക്കണം എന്ന് തങ്ങൾ പിന്നീട് തീരുമാനിക്കും എന്ന നിലയിലാണ്. അതിനെ തുടർന്ന് പ്രാദേശികമായുള്ള പല സ്ഥലങ്ങളിലും പല പഞ്ചായത്തുകളിലും കേരള കോൺഗ്രസ് സ്വതന്ത്രമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഭൂരിപക്ഷം സ്ഥലങ്ങളിലും കോൺഗ്രസിനെ ഇപ്പോഴും പിന്തുണയ്ക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഇന്നലത്തെ ഉമ്മൻചാണ്ടിയുടെയും MM ഹസൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ് കേരള കോൺഗ്രസ്സുകാർ യഥാർത്ഥത്തിൽ മുഖവിലയ്ക്ക് എടുത്തിരുന്നെങ്കിൽ ഇന്ന് പല പഞ്ചായത്തുകളിലും കേരള കോൺഗ്രസിനുള്ള പിന്തുണ പിൻവലിക്കുമായിരുന്നു എന്ന നിലയിൽ വളരെ പ്രകോപനപരമായി വളരെ ആക്ഷേപിക്കുന്ന രൂപത്തിലായിരുന്നു കേരള കോൺഗ്രസിനെതിരെ കോൺഗ്രസ് ഇന്നലെ നടത്തിയ പ്രതികരണം. ശരി, ശ്രീ രാജു എബ്രഹാം, ആ കാര്യത്തിൽ ഒരു വ്യക്തത ആവശ്യമുള്ളത്. ഒരുപക്ഷെ ഈ കാണുന്ന പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മറുവാദം ഉന്നയിക്കുന്നവർ നിരത്തുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ KM മാണിയെ നിങ്ങൾ ഒരുപാട് എതിർത്തിട്ടുണ്ട്, അതുപോലെ ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയെ നിങ്ങൾ എതിർത്തിട്ടുണ്ട്. പക്ഷേ ഈ നേരത്തെ ശ്രീ രാജു എബ്രഹാം പറഞ്ഞതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ ചില പ്രാദേശികമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈ ബന്ധം ഉണ്ടാകാറുണ്ട്. അവിടുത്തെ രാഷ്ട്രീയം നോക്കി കോൺഗ്രസിനെതിരായി നിങ്ങൾ കിട്ടുന്ന അവസരം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ കോട്ടയത്തും നിങ്ങൾ ഉപയോഗിച്ചു. ഇപ്പോൾ മാത്രം കോൺഗ്രസ് എന്തുകൊണ്ട് അതൊരു വലിയ പ്രശ്നമാക്കി ഉയർത്തി കോട്ടയത്തെ വലിയ ഇഷ്യൂ ആക്കി മാറ്റി എന്നുള്ളത് ഒരു ചോദ്യം. രണ്ടാമത്, നിങ്ങൾ PK കുഞ്ഞാലിക്കുട്ടിയെയും KM മാണിയെയും അല്ല സ്വീകരിച്ചത്, ആ രാഷ്ട്രീയമാണ് എന്ന് നിങ്ങൾ പറയുന്നത് കൃത്യമായി എത്തുന്നുണ്ടോ? അല്ല, മലപ്പുറത്തും കോട്ടയത്തും മാത്രമല്ലല്ലോ. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ കേരള കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻറ്റ് പെരുന്നാട് പഞ്ചായത്തിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ പിന്തുണ കൊടുത്തിട്ടുണ്ട്. കാരണം അതിനകത്ത് ഇപ്പോൾ അധാർമികമായിട്ടൊന്നും അക്കാര്യത്തിലില്ല. പ്രാദേശികമായ പഞ്ചായത്തിൽ നടത്തിയിട്ടുള്ള
ചില നീക്കുപോക്കുകൾ. അവിടെ സംഭവിച്ചത് കേരള കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുന്ന സമീപനം കോൺഗ്രസ് സ്വീകരിച്ചു. അതിനെ തുടർന്നാണ് ആ നിലയിലേക്ക്, പ്രത്യേകിച്ച് അവിടുത്തെ കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻറ്റ് വളരെ അധാർമികമായ നിലയിൽ പെരുമാറി എന്നുള്ളതിൻ്റെയൊക്കെ കാരണത്താലാണ് അങ്ങനെ ഓരോ പഞ്ചായത്തുകളിലും അത്തരത്തിലേക്ക് കടക്കുന്നുണ്ട്. അപ്പോൾ കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു നീക്കം നടന്നത് നമുക്ക് അറിയാം. കേരള കോൺഗ്രസിൻ്റെ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും അതുപോലെ തന്നെ KM മാണി ഉൾപ്പെടെ ഇന്നലെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഉന്നത നേതൃത്വത്തിൻ്റെ അറിവോടെയല്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം KM മാണിയുമായൊരു ചർച്ച നടത്തിയിട്ടില്ല. കേരള കോൺഗ്രസ് നേതൃത്വവുമായി ഒരു ചർച്ച നടത്തിയിട്ടില്ല. അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ തമ്മിൽ നടത്തിയിട്ടുള്ള ചർച്ചയെ തുടർന്നുള്ള ഒരു നീക്കമാണ് സത്യത്തിൽ അവിടെ ഉണ്ടായത്. പിന്നെ ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് വളരെ ഗൗരവമായി പരിശോധിക്കേണ്ട മറ്റ് ചില പ്രശ്നങ്ങൾ ഉണ്ട്. അത് ഞാൻ പിന്നീട് സൂചിപ്പിക്കും. ശരി, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, ഇപ്പോൾ നിങ്ങൾ എന്താണ് ഇന്നത്തെ KM മാണിയുടെ വാർത്താ സമ്മേളനത്തിലൂടെ ഉദ്ദേശിച്ചത് എന്നുള്ളത് പലരും ഇപ്പോൾ ശ്രീ രാജു എബ്രഹാം പറഞ്ഞതുപോലെ പ്രതീക്ഷിച്ചതാണ്. ഇന്നത്തെ ദിവസം ഒന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ഇന്നലെ ഉണ്ടായ സംഭവത്തിൻ്റെ പുറത്ത് ചില പ്രാദേശിക സ്ഥാപനങ്ങളിലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ധാരണ ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്ന നിലപാടെടുക്കേണ്ടതാണ്. പക്ഷേ ഇന്ന് മറ്റു ചില വാർത്തകളാണ് വന്നത്. ഞാൻ നേരത്തെ വാഴപ്പള്ളി സംഭവം പറഞ്ഞത് അങ്ങേക്ക് അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാർത്തകളിൽ വരുന്നത് ഞാൻ കണ്ടതാണ്. അപ്പോൾ കൃത്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കോൺഗ്രസിനെ ഏത് രീതിയിലാണ് നിങ്ങളെ ധാർഷ്ട്യത്തോടു കൂടിയും നിങ്ങളെ വല്ലാതെ ആക്രമിക്കുകയും ചെയ്യുന്ന കോട്ടയത്തെ DCCക്കെങ്കിലും തുടർന്നും പാഠങ്ങൾ കൊടുക്കാൻ സംസ്ഥാന നേതാക്കൾ പലരും കോട്ടയത്തു നിന്നുള്ളവരാണെന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. KC ജോസഫ് അടിസ്ഥാനപരമായി കോട്ടയത്തെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമുള്ള ആളാണ്. ഉമ്മൻചാണ്ടി അങ്ങനെയാണ്. അപ്പോൾ തിരുവഞ്ചൂർ അവിടെ തന്നെയാണ്. അപ്പോൾ ആ നിലയ്ക്ക് നിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നവർ കൃത്യമായി കോട്ടയത്തിൻ്റെ രാഷ്ട്രീയം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളെ വീണ്ടും വീണ്ടും ആക്രമിക്കുമ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പെരുമാറിയാൽ മതിയോ? ഒരു മയപ്പെട്ട സമീപനം ഇന്ന് KM മാണി എടുത്തതുപോലെ എടുത്താൽ മതിയോ? കൃത്യമായ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ഇന്നലെ നിങ്ങൾ എടുത്തതുപോലെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലും എടുക്കേണ്ടതല്ലേ? ഞാൻ ആ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട KPCC ജനറൽ സെക്രട്ടറി ശ്രീ ശൂരനാട് രാജശേഖരൻ ഈ ചർച്ചയിൽ നടത്തിയ പരാമർശനത്തിലെ ചില കാര്യങ്ങൾ സംബന്ധിച്ച് മറുപടി പറയാനായിട്ട് ആഗ്രഹിക്കുക. അദ്ദേഹം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി EK നായനാരെ കോട്ട് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അതേക്കുറിച്ച് എനിക്ക് പരാമർശിക്കാനുള്ളത് ശ്രീ ശൂരനാട് രാജശേഖരൻ്റെയും കൂടി നേതാവായ ശ്രീ AK ആൻ്റണിയും ആ കാലഘട്ടത്തിൽ എവിടെയായിരുന്നു എന്ന് അദ്ദേഹം ചിന്തിക്കണം. അതുപോലെ തന്നെ ആ മുന്നണി വിട്ട സാഹചര്യത്തിലും ശ്രീ AK ആൻ്റണിയുടെ പിന്നാലെയാണ് കേരള കോൺഗ്രസ് ആ മുന്നണി വിട്ടത് എന്നുള്ളതും ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊരു രാഷ്ട്രീയ നിലപാടിൽ കുറ്റം ആരോപിക്കുന്നവർ സ്വാഭാവികമായും തങ്ങളും അതേ കാലഘട്ടത്തിൽ അതേ നിലപാട് സ്വീകരിച്ചവരാണ് എന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ട് അതുപോലും കേരള കോൺഗ്രസിനെയും KM മാണി സാറിനെയും കുറ്റപ്പെടുത്താനുള്ള ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നതിലെ ആ ഏറ്റവും ബാലിശമായൊരു സമീപനം ഞാൻ എടുത്തു കാണിക്കുകയായിരുന്നു. രണ്ടാമത്, കഴിഞ്ഞ UDF സർക്കാരിൻ്റെ ഭരണത്തുടർച്ച നഷ്ടമാകാനിടയായ സാഹചര്യം ഒരുക്കിയത് മാണി സാറിനെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളാണ് എന്ന് അദ്ദേഹം ഒരു പരാമർശം നടത്തുകയുണ്ടായി. അദ്ദേഹം സോളാർ കേസിൻ്റെ കാര്യം മറന്നുപോയി. മാണി സാറിനെതിരെ ഉയർന്ന അഴിമതി ആരോപണത്തിൽ മാണി സാറിനെതിരെ 1 കോടി രൂപയുടെ ആരോപണം ഉയരുകയും അതിൻ്റെ പേരിൽ മാണി സാറ് രാജിവെക്കുകയും തുടർന്ന് ഇന്ന് നിയമ നടപടികളിലൂടെ മാണി സാറ് കുറ്റമുക്തനാക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അന്ന് 10 കോടി രൂപയുടെ അഴിമതി ആരോപണമുണ്ടായ K ബാബുവിനെ സംരക്ഷിക്കുകയും അധികാരത്തിൽ തുടരാൻ അനുവദിക്കുകയും ചെയ്തു. രമേശ് ചെന്നിത്തലയ്ക്കെതിരെ അതിൽ ആരോപണം ഉയർന്നു. VS ശിവകുമാറിനെതിരെ ആരോപണം ഉയർന്നു. അന്ന് ആരോപണം ഉയർന്ന കോൺഗ്രസ് നേതാക്കന്മാരെ ആകമാനം സംരക്ഷിക്കുകയും മാണി സാറിനെ മാത്രം ബലി കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്ത അന്നത്തെ കോൺഗ്രസ് സമീപനം തന്നെ ഇന്നും അവർ ആവർത്തിക്കുന്നതിൻ്റെ വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം. മറ്റൊന്ന്, അദ്ദേഹം പറഞ്ഞു മാണി സാറടക്കം കേരള കോൺഗ്രസിൻ്റെ MLA മാർ ജയിച്ചത് കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ടാണെന്ന്. അപ്പോൾ തിരിച്ച് കോൺഗ്രസിൻ്റെ MLA മാർ ജയിച്ചതിന് കേരള കോൺഗ്രസിന് പങ്കില്ലേ? എന്തിനേറെ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നത നേതാവ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ശരി, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, ആ കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചാനൽ ചർച്ചകളിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അതോ വാർത്താ സമ്മേളനങ്ങളിലൂടെ ഇങ്ങനെ പറഞ്ഞു തീർക്കാനാണോ ഉദ്ദേശം? ഈ കാര്യത്തിൽ നിങ്ങൾ പറയുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഇന്നലെ കോട്ടയത്ത് നിങ്ങൾ ചെയ്തു കാണിച്ച കാര്യം, നിങ്ങൾക്ക് തിരിച്ച് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് തുടർന്ന് കിട്ടിയ ആക്രമണങ്ങളും വലിയ
ഇത്തരം KPCC ജനറൽ സെക്രട്ടറി ഒക്കെ പറഞ്ഞതുപോലെയുള്ള വാചകങ്ങളും ഒക്കെ ഇനിയും കേട്ട് മയപ്പെട്ട് മുന്നോട്ട് പോകാനാണോ ഇന്ന് KM മാണിയുടെ വാർത്താ സമ്മേളനത്തിലൂടെ കൊടുത്ത സൂചന? അതോ നിങ്ങൾ കൃത്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഇനി വേണ്ട എന്നും തൂത്തെറിയാനും തന്നെ തീരുമാനിച്ചിരിക്കുകയാണോ? അക്കാര്യത്തിൽ ഒറ്റ വാക്കിൽ എനിക്ക് പറയാനുള്ളത്, കോൺഗ്രസിന് വേണ്ട എങ്കിൽ ഞങ്ങൾക്കും വേണ്ട എന്നാണ് ഒറ്റ വാക്കിൽ പറയാനുള്ളത്. രണ്ടാമത്, ചരൽക്കുന്ന് ക്യാമ്പിൽ എങ്ങനെയാണ് നിങ്ങൾ ഇത് തീരുമാനിക്കുക? ഈ കോൺഗ്രസിന് വേണ്ട എന്നുള്ള കാര്യം നിങ്ങൾ എങ്ങനെയാണ് എല്ലാവരെയും വിളിച്ചു നിർത്തി അറിയിക്കുമോ, അതോ നിങ്ങൾ തന്നെ രഹസ്യമായിട്ട് ഇത് ചോദിച്ചു മനസ്സിലാക്കുമോ? എങ്ങനെയാണ് തീരുമാനിക്കാൻ പോകുന്നത്? ഇല്ല, ഞങ്ങൾക്ക് രഹസ്യ കച്ചവടമൊന്നുമില്ല. ചരൽക്കുന്ന് ക്യാമ്പിൽ പാർട്ടി എടുത്തൊരു തീരുമാനമുണ്ട്. ഇനി മുന്നോട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, ഓരോ വിഷയത്തിന്റെയും ഗുണദോഷങ്ങളുടെ അടിസ്ഥാനത്തിൽ. പക്ഷെ പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ധാരണകൾ തൽക്കാലം ഞങ്ങൾ തുടരും. എന്തിനു വേണ്ടിയാ? ഒരു ഭരണസ്തംഭനം ഉണ്ടാകും, പ്രവർത്തനങ്ങൾ നാട്ടിൽ തടസ്സപ്പെടുത്തരുത്. പക്ഷേ അത് കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ നിങ്ങൾ കാണിക്കാത്തത് ഒരു സൂചന കൊടുത്തതാണ് കോൺഗ്രസിന്, കൃത്യമായ ഒരു തിരിച്ചടി കൊടുത്തതാണ്. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ ഷേഖ് പി ഹാരിസ്, ഞാൻ താങ്കളോട് നേരത്തെ ടെലിഫോൺ ലൈനിൽ താങ്കൾക്ക് കൃത്യമായി മറുപടി പറയാൻ പറ്റാതെ പോയൊരു ചോദ്യം ഈ ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കളോട് ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ സഹിക്കാൻ വയ്യാതെ കേരളത്തിലെ കോൺഗ്രസിലെ നേതാക്കൾ ചിലരൊക്കെ എടുത്ത നിലപാടുകളുടെ ഫലമായിട്ടാണ്, UDF-നകത്ത് ഉണ്ടായ ഇത്തരത്തിലുള്ള ഏകോപനമില്ലാത്ത ചില നിലപാടുകളുടെ ഫലമായിട്ടാണ് ഇന്ന് അങ്ങേപ്പോലുള്ളവർക്ക് പൊട്ടിത്തെറിക്കേണ്ടി വന്നത്. പക്ഷേ ഇത് കഴിഞ്ഞ 5 കൊല്ലവും നടന്നതാണല്ലോ. പ്രത്യേകിച്ച് KM മാണിയുടെ കാര്യത്തിൽ 5 കൊല്ലവും വ്യത്യസ്തമായി കോൺഗ്രസിന്റെ പല ഗ്രൂപ്പുകളും പല രീതിയിലാണല്ലോ പ്രതികരിച്ചത്. അന്നില്ലാത്ത വേദന എന്തുകൊണ്ടാണ് ഇപ്പോൾ JDU-ന് ഉണ്ടായത്? ഇനി സഹിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുകയാണോ? ഇല്ല, കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്നലെയാണല്ലോ കോട്ടയത്തെ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തെ സംബന്ധിച്ച് ചർച്ചകൾ വന്നത്. കഴിഞ്ഞ UDF യോഗത്തിൽ തന്നെ കേരള കോൺഗ്രസിൻ്റെ പുറകയിൽ പോകുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ ഏകപക്ഷീയ നിലപാടിൽ അഭിപ്രായ വ്യത്യാസം ഞങ്ങൾ UDF യോഗത്തിൽ രേഖപ്പെടുത്തിയതാണ്. കേരള കോൺഗ്രസ് ചരൽക്കുന്ന് ക്യാമ്പിന് ശേഷം മുന്നണി വിട്ടപ്പോൾ അന്നു മുതൽ കേരള കോൺഗ്രസിനെ തിരിച്ചു വിളിച്ചുകൊണ്ടുള്ള ക്ഷണവുമായി കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇങ്ങനെ പുറകെ നടക്കുകയാണ്. ഏറ്റവും ഒടുവിൽ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിന് ശേഷം തിളക്കമാർന്ന വിജയം UDF നേടി നിൽക്കുന്ന സന്ദർഭത്തിലും KPCCയുടെ പ്രസിഡന്റിൻ്റെ പ്രതികരണം വന്നു, മാണി സാർ തിരിച്ച് കേരള കോൺഗ്രസ് തിരിച്ച് UDF-ൽ വരണം. UDF-ൽ കേരള കോൺഗ്രസ് തിരിച്ചു വരുന്നതിലൊന്നും ഞങ്ങളെതിരല്ല. പക്ഷെ വ്യക്തമായ രാഷ്ട്രീയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നണി വിട്ടുപോവുകയും അവരെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ നിരന്തരമായി പുറകെ നടന്നിങ്ങനെ ക്ഷണിക്കുമ്പോഴും കേരള കോൺഗ്രസ് നേതാക്കന്മാരുടെ മറുപടി എന്താ, പ്രതികരണം എന്താ? ഞങ്ങൾ UDF-ൽ അപേക്ഷയും നൽകി കാത്തു നിൽക്കുന്ന പാർട്ടിയല്ല, ഞങ്ങൾ UDF-ലേക്ക് തിരിച്ചു വരുന്ന പ്രശ്നമില്ല എന്ന് പറയുന്നത് രാഷ്ട്രീയമായി UDF-ന് ക്ഷീണം സംഭവിക്കും. ഏകപക്ഷീയമായി UDF-നകത്ത് കൂടിയാലോചന കേരള കോൺഗ്രസിന്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ താങ്കൾ ഇത് പറഞ്ഞത്. UDF എടുത്തിട്ടുള്ള മറ്റു പല കാര്യങ്ങളുടെ നിലപാടും അങ്ങ് ഇന്ന് പറഞ്ഞു. കോൺഗ്രസിന്റെ ചില സമരങ്ങളോടുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പെമ്പിള ഒരുമ പോലുള്ള സമരങ്ങളോടുള്ള ചില നയങ്ങളാണ്. അതായത് കൃത്യമായി അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒരു നയമില്ലാതെ, നിലപാടില്ലാതെ നേതാക്കന്മാർ ആളാകാൻ വേണ്ടി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പെരുമാറുന്നത് പോലെ, തോന്നിക്കുന്നത് പോലെ, അതാണോ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ പൊട്ടിത്തെറിപ്പിച്ചത്? ഇല്ല, 2010-ലാണ് ഞങ്ങൾ UDF-ലേക്ക് കടന്നു വരുന്നത്. അന്നു മുതൽ ഒരു പാർട്ടി എന്ന നിലയിൽ എല്ലാ കാര്യങ്ങളും പരസ്യമായ അഭിപ്രായ പ്രകടനം നടത്തുന്ന ഒരു ഘടകകക്ഷിയായിട്ടല്ല UDF-ൽ ഞങ്ങൾ വ്യത്യസ്തമായ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. പറയേണ്ട കാര്യങ്ങൾ ചിട്ടയോടുകൂടി മുന്നണി സംവിധാനത്തിനകത്ത് പറയേണ്ട സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് എക്കാലവും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ പറഞ്ഞത് UDF-നകത്ത് ചില ചർച്ചകൾ, കൂടിയാലോചനകൾ ശരിയായ രീതിയിൽ ജനാധിപത്യപരമായ രീതിയിൽ നടക്കുന്നില്ല എന്നുള്ള ഒരു വസ്തുതയാണ്. ഇപ്പോൾ സമരത്തെ സംബന്ധിച്ച് ഞാൻ പരാമർശിച്ചത്, പെമ്പിള സമരവുമായി ബന്ധപ്പെട്ട് UDF എടുത്തുചാടി പെമ്പിള സമരത്തെ പിന്തുണയ്ക്കുകയും മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ അവനെ സമരപന്തലിൽ സന്ദർശിക്കാൻ അതിവേഗത കാണിച്ചത് നടപടി ശരിയായിരുന്നില്ല. അത് രാഷ്ട്രീയപരമായി UDF-ന് ഒരു നേട്ടവും ഉണ്ടായിരുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. കാരണം UDF ഈ പെമ്പിളെ ഒരുമ സമരമെങ്കിലും തുറന്നു പറയുമ്പോൾ UDF-ന്റെ നേതാക്കൾക്ക് എന്താണ് പറയാനുള്ളത്? മറ്റു സമരങ്ങളും ഇതുപോലെയൊക്കെ തന്നെയാണല്ലോ, അത് തുറന്നു പറഞ്ഞില്ല എന്നല്ലേ ഉള്ളൂ മറ്റ് നേതാക്കളൊക്കെ തന്നെ, UDF-ൽ തന്നെ പല ഘടകകക്ഷികളും. ഡോക്ടർ ശൂരനാട്, ഇപ്പോൾ ഈ കാര്യത്തിൽ
കേരള കോൺഗ്രസ് എടുക്കുന്ന നിലപാട് നിങ്ങളോടും ചോദിക്കേണ്ടതാണ്. കേരള കോൺഗ്രസ് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾക്കും വേണ്ട എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ വേണ്ട എന്ന് പറയാത്തത് എന്തുകൊണ്ടാണ്? ഇത്രയും കെ എം മാണിയെ ഇത്രയധികം അധിക്ഷേപിക്കുകയും ഇന്നലെ പ്രാദേശികമായി ഒരു നിലപാടെടുത്തതിൻ്റെ പുറത്ത് നിങ്ങളുടെ തന്നെ കോട്ടയത്തെ DCC അവരോട് കാണിച്ച ധാർഷ്ട്യത്തിൻ്റെ ഫലമായി ഒരു മറുപടി കൊടുത്തതാണ്. ആ കാര്യത്തിൽ കരാർ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ തീർക്കേണ്ട കാര്യങ്ങളാണ്. ആ കാര്യങ്ങളിലേക്ക് ഒന്നും പോകാതെ UDFിൻ്റെ തന്നെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഷെയ്ഖ് പി ഹാരിസ് പറഞ്ഞതുപോലെ കൃത്യമല്ലാതിരിക്കെ, ജനാധിപത്യപരമായ പെരുമാറ്റങ്ങളും ചർച്ചകളും അതിനകത്ത് ഇല്ലാതിരിക്കെ നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഈ കേരള കോൺഗ്രസിനോട് കൃത്യമായ രാഷ്ട്രീയമായ മറുപടി കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണ്ടേ, ഇങ്ങോട്ട് വേണ്ടെങ്കിൽ അങ്ങോട്ടും വേണ്ടെങ്കിൽ ഞങ്ങൾ ഇന്നേ നടപടി എടുത്തു കഴിഞ്ഞു, നിലപാട് എടുത്തു കഴിഞ്ഞു, കോട്ടയത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിങ്ങളോട് ഇതാണ് ഞങ്ങളുടെ നിലപാട് കാണിച്ചു തന്നിരിക്കുന്നു എന്ന് പറയാത്തത് എന്തുകൊണ്ടാണ്? ഡോക്ടർ അല്ലേ, ഇതൊന്നും തുടങ്ങി വെച്ചത് കോൺഗ്രസ് പാർട്ടിയല്ലല്ലോ. ഞങ്ങൾക്കിതിലൊന്നും ഉത്തരവാദിത്തമില്ലല്ലോ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കുകയും ജയിക്കുകയും അധികാരത്തിൽ വരാൻ ശ്രമിക്കുകയും ചെയ്ത ഈ മുന്നണിയിലെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ആളായിരുന്നു ശ്രീ കെ എം മാണി. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം പറയുന്നു ഞങ്ങളിനി സമദൂരമാണ്, ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വെറുതെ പറഞ്ഞതല്ല, ചില കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ കാരണങ്ങൾ നിങ്ങൾക്ക് ഇതുവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ആയിക്കോട്ടെ, അദ്ദേഹം പറയുന്നു, ഇപ്പൊ ചിലരൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം ഏത് കാരണമായിക്കോട്ടെ അദ്ദേഹം പറയുന്നു, അദ്ദേഹം മുന്നണി വിടുന്നില്ല, ഞാൻ സമദൂരമാണ് എന്ന് പറഞ്ഞു പോയി. അപ്പോഴും കോൺഗ്രസ് പാർട്ടി സമചിത്തതയാണ് പാലിച്ചത്. അദ്ദേഹം വരുന്നെങ്കിൽ വരട്ടെ എന്നുള്ളതിന്. പിന്നെ ഇവിടെ കേരള കോൺഗ്രസ്സുകാരൊക്കെ ഇപ്പോൾ പറയുന്നില്ല, KPC പ്രസിഡന്റ് പറഞ്ഞത് മുന്നണിയെ വിളിച്ചതൊന്നുമല്ല. അവിടുത്തെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇറങ്ങിപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഇവർ സഹായിക്കുന്നു. അപ്പോൾ ഒരു പത്രലേഖകൻ അദ്ദേഹത്തോട് ചോദിച്ചു, കെ എം മാണി മുന്നണിയിലേക്ക് വരുന്നതിൻ്റെ തുടക്കമാണോ ഇതെന്ന് ചോദിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും KPC പ്രസിഡന്റ് പറഞ്ഞു, അദ്ദേഹത്തിന് ഞങ്ങൾ പോകാൻ പറഞ്ഞില്ലല്ലോ, അദ്ദേഹത്തിന് ഏത് നിമിഷവും മുന്നണിയിലേക്ക് വരാം, അത്രേ പറഞ്ഞുള്ളൂ. അതൊന്നുമല്ല, അത് അടുത്ത ദിവസം ചേരാൻ പോകുന്ന UDFിൽ ചർച്ച ചെയ്യും എന്ന് കൃത്യമായി പറഞ്ഞതാണ്. UDFിൽ അത് കൃത്യമായി ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞാണ്. വിവാദമായപ്പോഴാണ് അത് മറു രീതിയിൽ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. മാത്രമല്ല KPCCയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഞാൻ അങ്ങോട്ട് പറയേണ്ട ആവശ്യം. എന്തായിരുന്നാലും അദ്ദേഹം ഒരു ദിവസം തീരുമാനിച്ചു സമദൂരമാണെന്ന് പറഞ്ഞു. ശരി, സമദൂരം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവ വരാമെന്ന് വരും. പക്ഷേ അതുപോലെയല്ല ഇന്നലെ നടന്നത്. വളരെ ക്രൂരമായ ഏറ്റവും വലിയ ചതിവും വഞ്ചനയുടെയും ഒരു ഉദാഹരണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നർമ്മരസത്തിലാണെങ്കിലും വളരെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നായനാർ അദ്ദേഹത്തിൻ്റെയും അതിനുശേഷമുണ്ടായ സംഭവവാസങ്ങൾ ഞാൻ പറയാൻ കാരണം അത് പറഞ്ഞപ്പോൾ തിരിച്ചു കിട്ടിയല്ലോ, തിരിച്ചു നിങ്ങളെക്കുറിച്ചും പറയാനുണ്ടല്ലോ. അല്ല, അത് പറഞ്ഞോട്ടെ, അത് വ്യത്യസ്തമാണ്. ഇത് രണ്ടും രണ്ടാണ്. ഈ കാര്യം നിങ്ങൾക്ക് പറയാനുള്ളത് പോലെ ഒരു ന്യായീകരണം അവർക്കും പറയാനുണ്ടാവും. ആ കാര്യത്തിലൊന്നും നിങ്ങൾ അത്ര നിഷ്കളങ്കരും മാന്യരും അല്ല എന്നുള്ളത് കേരള കോൺഗ്രസ് പറയുമ്പോൾ ഒരേപോലെ നിങ്ങൾക്കും കാണേണ്ടതുണ്ട്. ഈ പറയുന്ന വാദങ്ങളൊന്നും അവരെ അടിക്കാൻ നിങ്ങൾക്ക് വഴിയല്ല. ഞാൻ പറഞ്ഞത് ക്രെഡിബിലിറ്റി, രാഷ്ട്രീയ ക്രെഡിബിലിറ്റിയിൽ മാണി സാറിന് നഷ്ടം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് KM ജോർജിന്റെ കാലം തൊട്ട് അദ്ദേഹത്തോട് കാണിച്ചിടം തൊട്ട് നായനോട് കാണിച്ച കാര്യം കൊണ്ടാണല്ലോ ഈ അഴിമതിയുടെ ആരോപണം കൊണ്ട് നിങ്ങൾക്ക് അല്ലല്ല ഈ അഴിമതിയുടെ ആരോപണം കൊണ്ട് KM മാണിക്ക് ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടതായി നിങ്ങൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇന്നലെ കോട്ടയത്ത് ജില്ലാ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു നിലപാടെടുത്തപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയിൽ പ്രശ്നം വന്നതെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് അതിനുള്ള പകരം വീട്ടേണ്ട സമയമാണിത്. നിങ്ങൾ അതിൽ നടപടി എടുക്കുന്നില്ലല്ലോ. എന്തുകൊണ്ട്? ഈ വലിയ വാചകങ്ങൾ അടിച്ച ഉമ്മൻചാണ്ടിയും KC ജോസഫും ഒന്നും ആ തദ്ദേശ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ എന്തുകൊണ്ട് നിലപാടെടുക്കുന്നില്ല? അങ്ങനെ ലാൽ എത്ര ആവേശം കൊള്ളിച്ചാലും കോൺഗ്രസ് പാർട്ടി പോയി പെട്ടെന്ന് മറിച്ചിടാനും പിടിച്ചിടാനും ഒന്നും ഞങ്ങൾ പോകുന്നില്ല. നിങ്ങൾക്കുമുണ്ട് ഈ തരത്തിൽ അധികാരത്തോടുള്ള ആഗ്രഹം, നിങ്ങളുടെ പ്രാദേശിക തട്ടിലുമുണ്ട്. പക്ഷേ ഞാൻ തിരിച്ചു വരാം. ഈ കാര്യത്തിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് CPM-നെ കുറ്റപ്പെടുത്തുന്നത്? CPM എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ ഇടയിൽ നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ചില ചോർച്ചകൾ, നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ചില ഭിന്നിപ്പുകൾ, നിങ്ങളുടെ ദുർബലതകൾ മുതലാക്കാൻ തന്നെയാണ് അപ്പുറത്ത് നിങ്ങളുടെ എതിർഭാഗത്ത് ഒരു രാഷ്ട്രീയ മുന്നണിയും പാർട്ടിയും ഉള്ളത്. അത് കൃത്യമായി അവർ ചെയ്യുന്നു. CPM-നെ കോൺഗ്രസ് പാർട്ടി അല്ല കുറ്റപ്പെടുത്തുന്നത്. CPM-നെ കുറ്റപ്പെടുത്തിയത് ഇന്നലെ പന്ന്യൻ രവീന്ദ്രനാണ്. അത് നിങ്ങൾ നിങ്ങളുടെ വേദന എന്താണ്? CPI ആണ് വളരെ വ്യക്തമായി അവരുടെ സ്റ്റാൻഡുകൾ പറഞ്ഞു. ഞങ്ങളുടെ മുന്നണിയിലൊന്നും ആലോചിച്ചില്ലല്ലോ. ഇതൊരു രാഷ്ട്രീയ വഞ്ചനയാണല്ലോ കാണിച്ചിട്ടുള്ളത്, CPM കാണിച്ചിട്ടുള്ളത്. ഇത് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. ഇന്നലെ വരെ CPM പറഞ്ഞത് എന്താണ്? നോട്ടടി യന്ത്രം KM മാണിയുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞത് CPM-ന്റെ നേതാക്കന്മാരാണ്. ആ നോട്ടടി യന്ത്രമുള്ള ഒരു ഞാൻ വ്യക്തമാക്കുകയാണ്. ആ കാര്യത്തിൽ രാജു എബ്രഹാമും പറയും ആയിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് ഇന്നലെ കോട്ടയത്ത് ഒരു രാഷ്ട്രീയ നിലപാടെടുത്തപ്പോൾ നോട്ടടി യന്ത്രം ഇല്ല എന്ന് ഞങ്ങൾ പറഞ്ഞ് KM മാണിക്ക് എഴുതി കൊടുത്തിട്ടാണ് അവർ ആ ജില്ലാ പഞ്ചായത്തിൽ ഒരു മാറ്റമുണ്ടാക്കിയതെന്ന് ആരും കണ്ടെത്തിയിട്ടില്ല. അത്തരത്തിലുള്ള അഴിമതിയുടെ ആരോപണങ്ങളെല്ലാം അവർ പറഞ്ഞതെല്ലാം തിരിച്ച് മാപ്പ് പറഞ്ഞു എന്നൊന്നും കരുതുന്നില്ല. അവിടെ കോൺഗ്രസിന് അടിക്കാൻ KM മാണി തയ്യാറായപ്പോൾ CPM അത് മുതലാക്കി.
ആ കാര്യത്തിൽ നിങ്ങൾക്ക് വേദനയുണ്ടായി. ഇതിന് മറുപടി കൊടുക്കാൻ നിങ്ങൾക്ക് ഇപ്പോഴും പറ്റുന്നില്ല. ആ അടിയുടെ പ്രഹരത്തിൽ വിറച്ചു നിൽക്കുകയാണ് നിങ്ങൾ. ഇത് തന്നെയാണ് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഏത് ചെകുത്താനുമായി കൂട്ടുകൂടുമെന്നുള്ളത് പഴയ വേദവാക്യമാണ്. അതിൻ്റെ ഫലം എന്തായി? CPM-ൻ്റെ ഈ നിലപാടാണ് ഇന്ന് BJP അധികാരത്തിൽ വന്നത്. സംഘപരിവാർ ഇന്ന് ഇന്ത്യ രാജ്യത്തിൽ ഈ ഏറ്റവും വലിയ അപകടകരമായ മതത്തിനെതിരായി നടത്തുന്നത് അതിൻ്റെ അവസരമുണ്ടാക്കിയ CPM. രാജു എബ്രഹാം മറുപടി. അല്ല, കോൺഗ്രസിൻ്റെ പിന്തുണയുള്ള UPA ഞങ്ങൾ പിന്തുണച്ചിട്ടില്ല. ഞങ്ങളുടെ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെയല്ലേ UPA അധികാരത്തിൽ വന്നത്. പക്ഷേ സാമ്പത്തിക നയങ്ങളിൽ വളരെ അന്തരം ഉണ്ടാവുകയും നമ്മുടെ രാജ്യത്തിലെ സാധാരണക്കാർക്കെതിരായ തീരുമാനങ്ങളിലേക്ക് വരികയും ആണവ പ്രശ്നത്തിലടക്കമുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ പിൻവലിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പണ്ട് ഇന്ദിരാഗാന്ധി ഒറ്റപ്പെട്ട് പോയപ്പോൾ അന്ന് സിൻഡിക്കേറ്റായി ആളുകൾ മാറി ബാങ്ക് ദേശസാൽക്കരണത്തിന് ഭൂരിപക്ഷം ഇല്ലായിരുന്ന സന്ദർഭത്തിൽ അന്ന് പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവ് AK ഗോപാലൻ തീരുമാനിച്ചതുകൊണ്ട് മാത്രമാണല്ലോ ഇന്ദിരാഗാന്ധിയുടെ ബാങ്ക് ദേശസാൽക്കരണ നിയമം തന്നെ പാസ്സായത്. അപ്പോൾ അങ്ങനെയല്ല പ്രശ്നം. പക്ഷേ ഇന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തികച്ചും ജനവിരുദ്ധ നയങ്ങളുമായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് പാർട്ടി കോൺഗ്രസ് തന്നെ തീരുമാനിച്ചു ഇടതുപക്ഷ ശക്തി വളർത്തണം. അത് ഉദ്ദേശിക്കുന്ന പോലെ നാളെ വളരണം എന്നൊന്നുമില്ല. അത് അങ്ങനെ ഒരു നാളെ അധികാരത്തിൽ വരണം എന്ന കാഴ്ചപ്പാടോടെയല്ല. പക്ഷേ ചില മൂല്യങ്ങൾ അക്കാര്യങ്ങളിലുണ്ട്. പക്ഷേ അടവുപരമായി പ്രാദേശികമായ നീക്കുപോക്കുകൾ സ്വാഭാവികമായും ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കോട്ടയത്ത് സംഭവിച്ച ഒരു പ്രശ്നം അത് ഒരുപക്ഷെ നാളെ കേരളമാകെ സംഭവിക്കത്തില്ല എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. ചിലപ്പോൾ സംഭവിക്കുമായിരിക്കും. പക്ഷേ KM മാണിയുമായി ഒരു ചർച്ച നടത്താനോ അല്ലെങ്കിൽ KM മാണിയുമായി ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാനോ ആ പാർട്ടിയുമായി നീക്കുപോക്ക് ഉണ്ടാക്കാനോ ഒന്നും തീരുമാനിച്ചിട്ടില്ല. അതിൽ CPI പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. പ്രാദേശികമായൊരു നീക്കുപോക്ക് എന്ന് തന്നെയാണ് പന്നിന് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ജനയുഗം പത്രമാണ് അധാർമികമായ ഒരു കൂട്ടുകെട്ട് എന്ന രൂപത്തിലേക്ക് മുഖപ്രസംഗം എഴുതിയിട്ടുള്ളത്. പക്ഷെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉരുത്തിരിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും മാണി ഗ്രൂപ്പ് കോൺഗ്രസ്സിലും അല്ലെങ്കിൽ ഇടതുപക്ഷത്തും UDF-ലും വരാതെ NDA-യിലേക്ക് പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ടാവാൻ പാടില്ല എന്നത് ശരിയായ ഒരു രാഷ്ട്രീയം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ നമുക്കൊരു നിഗമനത്തിലേക്കൊന്നും എത്താനുള്ള സമയം ഒന്നും ആയിട്ടില്ല. കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. അവർ KM മാണിക്കെതിരായി മാണിസാറിനെതിരായിട്ടുള്ള കേസുകൾ എല്ലാം തീർപ്പായിട്ടില്ല. കേസുകൾ ഓരോ നടക്കുന്നു. അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം അദ്ദേഹം തെളിയിക്കട്ടെ. അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ CPM ഇടതുപക്ഷം ഉറച്ചു തന്നെ നിൽക്കുകയാണ്. പക്ഷേ അങ്ങനെ വരുമ്പോഴും എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ചാടിക്കേറി സമയമാകാതായിട്ടും CPI-യും ജനയുഗവും അങ്ങനെ ഒരു നിലപാടെടുത്തെന്നുള്ളത് ചോദിക്കും. അവർക്ക് അപ്പോൾ ഒരു ഭയം ഉണ്ടാക്കുന്നതാണോ? ആ ചോദ്യം അവിടെ ഉണ്ട്. ഞാൻ അതിന് മറുപടി പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് തിരിച്ചു വരുന്നില്ല. ഇപ്പോൾ തിരിച്ചു വരാം. പക്ഷേ ഈ ചോദ്യത്തിന് മറുപടി അങ്ങയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, ഇവിടെ ശ്രീ രാജു എബ്രഹാം പറഞ്ഞതും ഡോക്ടർ ശൂരനാട് ചൂണ്ടിക്കാട്ടിയതുമായ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. നിങ്ങൾക്കും മറുപടി പറയേണ്ടതുണ്ടല്ലോ. നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ നേതാവിനെ വല്ലാതെ ആക്രമിച്ച പ്രതിപക്ഷത്ത് ഇരുന്നപ്പോൾ വല്ലാതെ ആക്രമിച്ചതാണ് CPM. അവരുമായാണ് നിങ്ങൾ ഒരു നീക്കുപോക്ക് പ്രാദേശികമായി ഉണ്ടാകുന്നത്. അത് എന്ത് തത്വത്തിൻ്റെ പുറത്താണെന്നും നിങ്ങൾക്കും വിശദീകരിക്കേണ്ടി വരില്ല. ഇത് CPM-ന് മാത്രം അവകാശപ്പെട്ടതല്ലല്ലോ ഈ വിശദീകരണം. ഈ കാര്യത്തിൽ CPM-മായി ഒരു രാഷ്ട്രീയ സഖ്യത്തിൽ കേരള കോൺഗ്രസ് ഏർപ്പെട്ടിട്ടില്ല. അത് കോട്ടയം ജില്ലാ പഞ്ചായത്തിലുമില്ല. ഞങ്ങൾ ഒരു ഒഴിവ് വന്ന ഔദ്യോഗിക സ്ഥാനത്തേക്ക് സ്വതന്ത്രമായി മത്സരിച്ചു. സ്വന്തമായി മത്സരിച്ച ഞങ്ങളെ CPM അവരുടെ അടവ് നയത്തിൻ്റെ ഭാഗമായി പിന്തുണച്ചു. ഒരു തെരഞ്ഞെടുപ്പിൽ ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയാൻ കഴിയില്ലല്ലോ. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. ഞങ്ങളുടെ ഞാനാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ പേര് നിർദ്ദേശിച്ചത്. ഞങ്ങളുടെ മെമ്പറാണ് അതിനെ സെക്കൻഡ് ചെയ്തത്. ഞങ്ങൾ മത്സരിച്ചു, CPM വോട്ട് ചെയ്തു. അത് ഒരു രാഷ്ട്രീയ സഖ്യമല്ല. അപ്പോൾ ആ നിലയിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല. കേരള കോൺഗ്രസ് പാർട്ടി സമദൂര സിദ്ധാന്തത്തിൽ വിഷയങ്ങളുടെ ഗുണദോഷങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലപാടെടുക്കുന്ന ആ സ്ഥിതി കൃത്യമായി കോട്ടയത്ത് അതാണ് നിങ്ങളുടെ നിലപാട്. പക്ഷേ ഇപ്പോൾ രാജു എബ്രഹാം തന്നെ പറഞ്ഞതുപോലെ നാളെ വേണമെങ്കിൽ അത് സംസ്ഥാനത്തേക്ക് വരില്ല എന്നോ വരുമെന്നോ ഇപ്പോൾ പറയാൻ പറ്റില്ല. വേണമെങ്കിൽ അത് അങ്ങനെ വന്നേക്കാം. അങ്ങനെ വരുന്ന ഘട്ടത്തിൽ പോലും അത് KM മാണി എന്നൊരു നേതാവിൽ തട്ടി നിൽക്കുന്നതാണോ അത്തരം ചർച്ചകളും സാധ്യതകളും? മാണി സാറ് ഞങ്ങളുടെ പരമോന്നതനായ നേതാവാണ്. മാണി സാറാണ് ഈ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്നത്. പക്ഷെ തീരുമാനങ്ങൾ എടുക്കുക കൂട്ടായ ചർച്ചയുടെയും കൂട്ടായ അഭിപ്രായ സ്വരൂപണത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അതിന് മാണി സാറ് നേതൃത്വം കൊടുക്കും.
അതുകൊണ്ട് മാണി സാർ എന്നൊരു വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് ഇതെല്ലാം എന്നുള്ള ഒരു വ്യാഖ്യാനം ഒരു നിലയിലും ശരിയല്ല. നാളത്തെ രാഷ്ട്രീയ നിലപാട് കേരള കോൺഗ്രസ് പാർട്ടി അതിൻ്റെതായ ഉചിതമായ സമയത്ത് കൂടിയാലോചനകളുടെ അടിസ്ഥാനത്തിൽ എടുക്കും. അക്കാര്യത്തിൽ അത് ഇപ്രകാരമായിരിക്കുമെന്ന് മുൻകൂട്ടി പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും നിങ്ങളെ ധാർഷ്ട്യത്തിന്റെ പേരിലും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നിങ്ങളെ വല്ലാതെ ഹരാസ് ചെയ്യാൻ ശ്രമിക്കുന്ന കോൺഗ്രസുകാരോ അല്ലെങ്കിൽ UDF-ൽ പെട്ടവരോ ഉണ്ടെങ്കിൽ അതിന് കൃത്യമായി മറുപടി കൊടുക്കാൻ നിങ്ങളും കാത്തിരിക്കുകയാണ്. അക്കാര്യത്തിൽ ഇന്ന് KM മാണി പറഞ്ഞതുപോലെ ആരുമില്ലല്ലോ CPM-മായി കൂട്ടുകൂടാത്തവർ, അങ്ങനെ ഒരു തൊട്ടുകൂടായ്മ നിങ്ങൾക്കില്ല എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾക്ക് BJP-യെ പോലെ അല്ല എന്തായാലും ഇടതുപക്ഷവും CPM-ഉം. അല്ല, CPM-മായി കൂട്ടുകൂടാത്തവർ കേരളത്തിൽ ആരാ ഉള്ളത്? കോൺഗ്രസിന് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ A ഗ്രൂപ്പ് ഒരു കാലഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയായിരുന്നു. സാക്ഷാൽ K കരുണാകരൻ യശസ്വരനായ അദ്ദേഹവും പല അവസരത്തിലും CPM-മായി ബാന്ധവമുണ്ടാക്കിയിട്ടുണ്ട്. എറണാകുളത്ത് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലൊക്കെ അടക്കം, അതുപോലെ തന്നെ രാജ്യസഭയിലേക്ക് കോടോത്ത് ഗോവിന്ദൻ നായരെ മത്സരിപ്പിച്ചപ്പോഴൊക്കെ അടക്കം. അതുകൊണ്ട് അത് ഏതെങ്കിലും ഒരു അസ്പൃശ്യത ഉണ്ട് എന്ന് ഞങ്ങൾ കരുതില്ല. ഞങ്ങളും ഒരു കാലഘട്ടത്തിൽ CPM-ന്റെ ഘടകകക്ഷിയായിരുന്നു. ഞങ്ങളിൽ 2 പാർട്ടിയുണ്ട്, ജോസഫ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പും ഒരുമിച്ച് ചേർന്ന കേരള കോൺഗ്രസ് ആയപ്പോൾ ആ 2 വിഭാഗങ്ങളും ഓരോരോ കാലഘട്ടങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ ഘടകകക്ഷിയായിരുന്നു. ശരി, അപ്പൊ കൃത്യമാണ് കാര്യങ്ങൾ. ഞാനൊരു ഇടവേളയിലേക്ക് പോവാണ്, എന്നിട്ട് ഷെയ്ഖ് പി ഹാരിസിലേക്ക് വരാം. അപ്പൊ ഇടവേള കഴിഞ്ഞ് അന്വേഷിക്കേണ്ടത് അതാണ്. അങ്ങനെയാണെങ്കിൽ ഇനി UDF-ന്റെ പ്രസക്തി എന്താണ്? കൃത്യമായി രാഷ്ട്രീയം തന്ത്രങ്ങൾ പയറ്റി LDF ബുദ്ധിപരമായി രാഷ്ട്രീയത്തിൽ പ്രശ്നങ്ങളുമായി നിൽക്കുന്ന UDF-ലെ ഘടകകക്ഷികളെ കൈകാര്യം ചെയ്യുമ്പോൾ എവിടെയാണ് UDF തന്ത്രങ്ങളുമായി മുന്നോട്ട് പോകുന്നത്? ശ്രീ ഷെയ്ഖ് പി ഹാരിസ്, അവസാനത്തെ ഒരു 7 മിനിറ്റാണുള്ളത്, എല്ലാവർക്കും കൂടി വീതിച്ച് തരാമെന്ന് വിചാരിക്കുകയാണ്. എന്തായാലും അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള വലിയ വെല്ലുവിളികളാണ് ഉണ്ടാകാൻ പോകുന്നത്. 2019 കാത്തിരിക്കുകയാണ്. JDU ഒക്കെ വലിയ നിലപാടുകൾ എടുക്കേണ്ട സമയം തന്നെയാണ്. അവിടെ ഒരുപക്ഷെ സംസ്ഥാനങ്ങളിൽ നിങ്ങൾ കോൺഗ്രസുമായി ചേർന്ന് ചില പരീക്ഷണങ്ങൾ നടത്തിയപ്പോഴും പറഞ്ഞിരുന്നൊരു കാര്യം, വലിയ മാറ്റം കോൺഗ്രസ് കൂടി ഉണ്ടെങ്കിലാണ് എടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ വല്ലാത്ത പരിതാപകരമായ അവസ്ഥയാണ്. നിങ്ങളുടെ ക്ഷമ പോലും നശിച്ച് പറയേണ്ടി വന്നിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് എന്നുള്ള നിലയ്ക്ക് CPM നിങ്ങളുടെ ഭാഗത്ത് നിൽക്കേണ്ട കക്ഷിയാണ് എന്നുള്ളത് നിങ്ങളും മുൻപും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ആ നിലയ്ക്ക് ഇപ്പോൾ കേരളത്തിൽ നിന്ന് കിട്ടുന്ന ഈ സൂചന നിങ്ങൾ കൃത്യമായി UDF-നും കോൺഗ്രസിനും ആ സൂചന നൽകാനാണോ JDU ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്, പുറത്തേക്ക് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ LDF-ന്റെ ആ രാഷ്ട്രീയത്തിന് നിങ്ങൾ 2019 തയ്യാറെടുത്ത് പിന്തുണ കൊടുക്കുകയാണോ? അല്ല, ഒരു പാർട്ടി എന്ന നിലയിൽ ചില അഭിപ്രായങ്ങൾ മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് പറയുന്നത് അത് മുന്നണി വിടുന്നതുമായി ബന്ധപ്പെട്ടോ മുന്നണിയിൽ ശിഥിലമുണ്ടാകുന്നു എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കേണ്ട. UDF-ൽ നിലവിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. UDF-ൽ നിന്ന് ഒരു പാർട്ടിയും പോകുന്നത് ആയിട്ട് ഒരു സൂചനയുമില്ല. പക്ഷെ UDF-ലേക്ക് പുതിയ കക്ഷികൾ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഒന്ന് ഇടപെടുകയാണ്. UDF-ൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് ആലങ്കാരികമായി പറയുന്നത് നല്ല പ്രസ്താവനയാണ്. പക്ഷെ അതിന്റെ സമയമൊക്കെ കഴിഞ്ഞു പോയല്ലോ. ഇതാ ഇപ്പോൾ KM മാണി UDF-ലെ പ്രമുഖമായ നേതാവ്, 2ാമതോ 3ാമതോ എന്നുള്ള തർക്കത്തിൽ നിന്ന ഒരു നേതാവാണ്. ആ നേതാവാണ് ഇപ്പോൾ അവിടെ ഇല്ലാത്തത്. അതിൻ്റെ ക്ഷീണം കോൺഗ്രസിന് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ അങ്ങ് എത്ര തർക്കിച്ചാലും ഒരു വിഷയമുണ്ട്, UDF-ലുണ്ട്. രണ്ടാമത്തെ കാര്യം, മുസ്ലിം ലീഗും ഇത് മനസ്സിലാക്കിയുള്ള ഒരു വലിയ തണുപ്പൻ നയം എടുത്തിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി എന്ന നേതാവ് ഇനി ഡൽഹിയിലേക്കാണ് പോകുന്നത് എന്നുള്ളതിന് പല മാനങ്ങൾ ഇപ്പോൾ കാണുന്നവരുണ്ട്. അവിടെയാണ് JDU-വിനകത്തും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ മുമ്പും വന്നിട്ടുണ്ട്. UDF ഇപ്പോൾ ശിഥിലമാണോ എന്നുള്ളതല്ല തർക്കം. പക്ഷേ LDF എടുക്കുന്ന തന്ത്രപരമായ നീക്കത്തിൽ കോൺഗ്രസിന് പിഴച്ചു പോകുന്നിടത്ത് താങ്കൾ പറയുന്ന വാചകങ്ങൾ കേൾക്കാൻ ആരുണ്ട് UDF-ൽ? അല്ല, ഈ കാര്യത്തിൽ വ്യക്തമായ രാഷ്ട്രീയ അഭിപ്രായവും നിലപാടുമുള്ള പാർട്ടിയാണ് JDU. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് വർഗീയ ഫാസിസത്തിലേക്ക് നയിക്കുന്ന ഒരു ഭരണകൂടം ഇന്ത്യയെ മുന്നോട്ട് നയിക്കുമ്പോൾ അവിടെ ഇന്ത്യയിലെ എല്ലാ മതേതര ജനാധിപത്യ ശക്തികളും യോജിക്കേണ്ട അനിവാര്യമായ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിലേക്ക് പോവുകയാണ്. അവിടെ ജനതാദൾ യുവും മുന്നോട്ട് വയ്ക്കുന്ന വ്യക്തമായ അഭിപ്രായം, അവിടെ മതേതര ജനാധിപത്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇടതുപക്ഷവും ഒരുമിച്ച് വരുന്ന ഒരു ചേരി ഉണ്ടാകണമെന്നുള്ളതാണ് JDU-യുടെ രംഗത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്
അല്ല, മതേതരത്തെ ആശയത്തെ പിന്തുണയ്ക്കുന്ന എല്ലാ ജനാധിപത്യ മതേതര കക്ഷികളും ആ ബദൽ ഉണ്ടാവണമെന്നുള്ള വ്യക്തമായ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന പാർട്ടിയാണ് JDU. അത് ഇന്നത്തെ വരാൻ പോകുന്ന ഇന്ത്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അവിടെയാണ് ഒരു വൈരുദ്ധ്യം താങ്കൾ പറയുന്നതിനകത്ത്. അങ്ങനെയാണെങ്കിൽ അത് മനസ്സിലാക്കിയല്ലേ MMSനും കേരള കോൺഗ്രസിനെ മാണിയെ ക്ഷണിക്കാൻ ശ്രമിച്ചത്? അപ്പോൾ അത് കുറ്റമായെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറയുന്നതും ഒരു തരത്തിൽ കേരള കോൺഗ്രസ് വരട്ടെ എന്നല്ലേ? അപ്പൊ കെ മാണിയെ പിടിച്ചു നിർത്താൻ LDFും ശ്രമിക്കുന്നുണ്ട്. അപ്പുറം BJPയിലേക്ക് പോകണ്ട, UDFിലേക്ക് പോകണ്ട, ഞങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്നതിൽ നിൽക്കട്ടെ, ആ രാഷ്ട്രീയം ഞങ്ങൾ കളിക്കാൻ ശ്രമിക്കുകയാണെന്ന് LDFും ശ്രമിക്കുന്നു. UDFിന്റെ ഭാഗം UDF ശ്രമിക്കുന്നത് കൃത്യമാണോ എന്നുള്ളതാണ് ഞാൻ അങ്ങയോട് അന്വേഷിച്ചത്. അതിൽ UDFിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്ക് പിഴവ് വന്നു എന്ന് താങ്കൾ പറയുന്നത് പിന്നെ എവിടെയാണ്? ഞാൻ പറഞ്ഞല്ലോ, അല്ല ലാലൻ, ഞാൻ പറഞ്ഞത് ഏത് പശ്ചാത്തലത്തിലാണ് എന്ന് മനസ്സിലാക്കണം. നമ്മൾ UDFിൽ നിന്ന് മാണി കേരള കോൺഗ്രസ് വിട്ടുപോയതിന് ശേഷം കോൺഗ്രസ് ഇങ്ങനെ നിരന്തരമായി കേരള കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴും കേരള കോൺഗ്രസിൻ്റെ അഭിപ്രായവും തീരുമാനവും നിലപാടും എന്തായിരുന്നു? UDFിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് UDFിലേക്ക് തിരിച്ചു വിളിക്കുകയും കേരള കോൺഗ്രസ് അതിനെ നിരാകരിക്കുകയും ചെയ്യുന്നത് രാഷ്ട്രീയപരമായി UDFിന് ദോഷം ചെയ്യും. ശരി, വ്യക്തമാണ്. കോൺഗ്രസ് ഡോക്ടർ ശൂരനാട് രാജശേഖരൻ, അപ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും കൃത്യമായി കേരള കോൺഗ്രസിനെ ഇങ്ങനെ തിരിച്ചു വിളിക്കുന്നത് നിങ്ങൾക്ക് അപമാനമുണ്ടാക്കുന്നതാണെന്ന് തിരിച്ചറിയുന്ന ഒരു ഘടകകക്ഷിയുടെ ഉപദേശമാണ്. അത് നിങ്ങൾ കൃത്യമായി ഇനി പാലിക്കുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത്. ജോസഫ് വാഴക്കനും തിരുവഞ്ചൂരും KC ജോസഫും പറയുന്ന അതേ അർത്ഥത്തിൽ കേരളം മുഴുവൻ അടുത്ത് ഭരണത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കേരള കോൺഗ്രസിനെ അതേപോലെ തന്നെ തള്ളിപ്പറയാൻ ഇപ്പോഴും തയ്യാറായിട്ടുണ്ടെങ്കിൽ കേരള കോൺഗ്രസുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. KPCCയുടെ ജനറൽ സെക്രട്ടറി കൃത്യമായ നിലപാട് ഇപ്പോൾ എടുക്കുന്നുണ്ടോ? കൃത്യമായ നിലപാട് ഷേഖ് പി ഹാരിസ് പറയുന്നതും ഞാൻ പറയുന്നതും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഞങ്ങൾ രണ്ടും പറയുന്ന ഒരേ ഒരു കാര്യമാണ്. ശ്രീ KM മാണി ഈ മുന്നണി വിട്ടു പോകുന്നതുകൊണ്ട് ഈ കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന ഈ മുന്നണിക്ക് നേട്ടമേ ഉണ്ടാകൂ. അദ്ദേഹം മുന്നണി വിട്ടു പോയതാണ് നല്ലത് എന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ, എന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് ഈ മുന്നണിയിൽ ഉണ്ടാവും. വരാൻ പോകുന്ന കാര്യങ്ങൾ 2-3 ദിവസത്തിനകം ക്ലിയർ ആവും. കുതിരക്കച്ചവടമാണ് നടന്നത് എന്ന് നിങ്ങൾ കോട്ടയത്തിന്റെ കാര്യത്തിൽ പറയുമ്പോൾ ഇപ്പോൾ ശരിക്കും ആ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാണി തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര MLA കൂടെ ഉണ്ടെന്ന് ഒരാഴ്ചക്കകം അറിയാം. ശരി, അതിന്റെ പരിപാടികൾ നിങ്ങൾ നടത്തി തുടങ്ങി. ഞാൻ തിരിച്ചു വരാം. ശ്രീ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, ഈ പറഞ്ഞ രീതിയിൽ കേരള കോൺഗ്രസ് ഉടൻ തകരാൻ പോകുന്നു, യഥാർത്ഥ കേരള കോൺഗ്രസ് UDFിൽ നിൽക്കും എന്നാണ് ഇപ്പോൾ ഡോക്ടർ ശൂരനാട് പറഞ്ഞതിന്റെ അർത്ഥം. അതിന്റെ തയ്യാറെടുപ്പുകളാണോ ഇന്ന് KM മാണിയെ ഒന്ന് അല്പം പിന്നോട്ട് വലിച്ചു എന്ന് മാധ്യമങ്ങളെ കൊണ്ട് പറയിച്ചത്? അത് ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെയായി അവശേഷിക്കും എന്നാണ് KPCC ജനറൽ സെക്രട്ടറിയോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത് അദ്ദേഹം കേരള കോൺഗ്രസ് മുന്നണി വിട്ടത് UDFിന് നന്നായി എന്ന് പറഞ്ഞു. അത് കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കുമെന്നുള്ള കുറുക്കൻ്റെ ന്യായത്തിന് സമാനമാണ് അദ്ദേഹത്തിൻ്റെ ആ വാദവും. ഞാനൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇക്കാര്യത്തിൽ അദ്ദേഹം മുമ്പ് പറഞ്ഞു വലിയ ചതിവും നെറുകേടുമാണ് കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ സംഭവിച്ചതെന്ന്. അതിന് 2 ആഴ്ച മുമ്പ് കോട്ടയം ജില്ലയിലെ മൂന്നിലവ് ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റായി കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധി ഭരണത്തിലുണ്ടായിരുന്നു, സ്ഥാനത്തുണ്ടായിരുന്നു. കോൺഗ്രസ് പാർട്ടി അവിശ്വാസം കൊണ്ടുവന്ന് അദ്ദേഹത്തെ പുറത്താക്കി CPMന്റെ പിന്തുണയോടെ 2 ആഴ്ച മുമ്പ്. ശരി, പെട്ടെന്നൊരു മറുപടി ഉണ്ടോ? തിരിച്ചടിയാണ് അവർ ഇന്നലെ നൽകിയത്. നിങ്ങൾ ആദ്യം ചെയ്തത് 3 ലെവലാണ്. ഇതൊക്കെ ഒരു ചെറിയ കാര്യങ്ങളല്ലേ? ആ കാര്യങ്ങളൊക്കെ ചെറിയ കാര്യമാവുന്നു, അവർക്കത് വലിയ കാര്യമാണ്. ചെറിയ പാർട്ടിയല്ലേ ഡോക്ടർ ശൂരനാട്? നിങ്ങളെ പോലെ വലിയ അഖിലേന്ത്യാ പാർട്ടിയൊന്നുമല്ല. ഞാൻ എന്തായാലും രാജു അബ്രഹാമിലേക്ക് പറഞ്ഞ് ഇത് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ CPM കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റുക തന്നെയാണ്. അക്കാര്യത്തിൽ നിങ്ങളുടെ ഘടകകക്ഷിക്കകത്ത്, നിങ്ങളുടെ മുന്നണിക്കകത്ത് കൃത്യമായ ഒരു സന്ദേശം കൊടുത്തുകൊണ്ട് ഇത് സംസ്ഥാന തലത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചന ഉണ്ടോ എന്നതാകും എല്ലാവരും അന്വേഷിക്കുന്നത്. അക്കാര്യത്തിൽ ഒരു മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇക്കുറി 90 സീറ്റിൽ ജയിച്ചിട്ടുണ്ട്. അത് കൂടുതൽ അത് ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. മറുഭാഗത്ത് UDFിനെ സംബന്ധിച്ചിടത്തോളം UDF നേരിടുന്ന ഭീഷണിയെ സംബന്ധിച്ച് MM ഹസൻ തന്നെ
അദ്ദേഹത്തിന് ചില നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് പോകുന്നില്ല എന്ന് പരസ്യമായി സ്റ്റേറ്റ്മെൻറ്റ് നടത്തേണ്ടി വന്ന ഒരു സാഹചര്യം ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. മറ്റൊരു രംഗമുള്ളത് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം UDFൻ്റെ രാഷ്ട്രീയം അത് ഉമ്മൻചാണ്ടിയിലും അത് KM മാണിയിലും കുഞ്ഞാലിക്കുട്ടിയിലും കേന്ദ്രീകരിച്ചുള്ളൊരു രാഷ്ട്രീയമായിരുന്നു. ആ രാഷ്ട്രീയത്തിനൊരു മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട്. കാരണം ഉമ്മൻചാണ്ടി അപ്രസക്തമായി ഞാൻ പറയുന്നില്ല, അവിടെ നിന്ന് ചിത്രത്തിൽ നിന്ന് മാറുന്നു, KM മാണി ചിത്രത്തിൽ നിന്ന് മാറുന്നു, കുഞ്ഞാലിക്കുട്ടി ചിത്രത്തിൽ നിന്ന് മാറുന്നു. അപ്പോൾ ഒരു പുതിയ ലീഡർഷിപ്പിലേക്കാണ് UDF ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും UDFൻ്റെ ഭാവി എന്താണ് പ്രസക്തി എന്നുള്ളതൊക്കെ വളരെ സീരിയസായി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂട്ടായി ആലോചിച്ചുകൊണ്ട് തന്നെ ഇത്തരം തീരുമാനങ്ങൾ സമകാലിക രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ എന്തു നയമാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് LDF എന്ന നിലയിൽ തന്നെ തീരുമാനിച്ച് മുന്നോട്ട് പോകും. അതിനകത്ത് യാതൊരു സംശയവും. രാഷ്ട്രീയത്തിൽ കൃത്യമായി ഇടപെടുന്നവർക്ക് തന്നെയാണ് വിജയം അന്തിമമായി ഉണ്ടാകുക എന്നുള്ളതാണ് ശരി. അത് മനസ്സിലാക്കി LDF മുന്നോട്ട് പോകുമ്പോൾ UDF എന്തു ചെയ്യുന്നു, ഘടകകക്ഷികൾ രണ്ട് ഭാഗത്തും ഏത് രീതിയിലുള്ള നിലപാടുകൾ എടുക്കുന്നു, അതാണ് KM മാണി വിഷയത്തിൽ കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ രാജു എബ്രഹാം, ഡോക്ടർ സൂര്യനാഥ് രാജശേഖരൻ, ശ്രീ ഷെയ്ഖ് പി ഹാരിസ്, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.